നമസ്കാരം കുട്ടികളെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ? ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെറിയൊരു കെമിസ്ട്രിയുടെ ഭാഗം പഠിക്കാം. നോക്കിക്കേ, ഇത് ഇരുമ്പാണിയല്ലേ? എന്തുകൊണ്ടാണ് ഇരുമ്പാണിക്ക് ചുമന്ന കളർ വരാൻ കാരണം അറിയാമോ? അതെ, ഇതെന്താണ്? ഇരുമ്പാണിയിൽ തുരുമ്പ് പിടിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ എങ്ങനെയാണ് തുരുമ്പ് പിടിക്കുന്നത്, തുരുമ്പ് പിടിക്കാൻ സാധിക്കുന്ന ഘടകങ്ങൾ. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പുതുതായിട്ട് നിർമ്മിച്ച ഇരുമ്പാണികളാണ്. ഇതിന് നല്ല തിളക്കമുള്ള സർഫസാണ്, നമുക്ക് കാണുമ്പോൾ അറിയാം. പക്ഷേ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്കും ഈ കളറായിരിക്കും ഇതിനുള്ളത്. അതുപോലെ പുതിയ അലൂമിനിയം പാത്രങ്ങൾ ചിത്രത്തിൽ കാണിക്കുന്നത് നല്ല കളറും തിളക്കവും ഉണ്ടായിരിക്കും അതിനല്ലേ. പക്ഷെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ നിറം തന്നെ ആയിരിക്കുമോ? നമ്മളുടെ അടുക്കളയിലൊക്കെ കയറി നോക്കി അറിയാമല്ലേ പഴയ അലൂമിനിയം പാത്രങ്ങളുടെയൊക്കെ നിറം എങ്ങനെയായി എന്നുള്ളത്. ഇതുപോലെ അവയുടെ തിളക്കമൊക്കെ മങ്ങി ഒത്തിരി ഡാമേജൊക്കെ വന്ന പോലത്തെ കളറായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ എന്താ കാരണം? ഇങ്ങനെ ഒരു ലോഹം അതിൻ്റെ ചുറ്റുപാടുമായി പ്രവർത്തിച്ച് പതുക്കെ നശിക്കുകയോ രൂപമാറ്റം സംഭവിക്കുകയോ ചെയ്യുന്നതിനെ ലോഹനാശനം എന്ന് പറയുന്നു. ഏറ്റവും സാധാരണമായി നമ്മൾ കാണുന്ന ലോഹനാശനത്തിന് ഉദാഹരണമാണ് ഇരുമ്പ് വസ്തുക്കളിൽ കാണുന്ന ചുവപ്പ് തവിട്ട് നിറത്തിലുള്ള പൊടി പോലുള്ള പദാർത്ഥമാണ് തുരുമ്പ്. ഇരുമ്പ് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായും ജലാംശവുമായും പ്രവർത്തിക്കുമ്പോഴാണ് ഇരുമ്പിൻ്റെ ഓക്സൈഡായ അയൺ ഓക്സൈഡ് അഥവാ തുരുമ്പ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഈ തുരുമ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ജലവും ഓക്സിജനും ഒക്കെ ഒരു ഇരുമ്പാണിയുമായി പ്രവർത്തിക്കുകയും ഇരുമ്പിൽ തുരുമ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇരുമ്പാണി തുരുമ്പിക്കാൻ കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? കമൻറ്റ് ചെയ്യണേ എല്ലാവരും. അതായത് വാട്ടർ, ഓക്കെ, ജലം, ഓക്സിജൻ്റെ പ്രസൻസ്, അതുപോലെ കടൽ തീരങ്ങളിലൊക്കെ താമസിക്കുന്നവരുടെ വീടുകളിൽ ജനാലകൾ പെട്ടെന്ന് തുരുമ്പെടുക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ. അവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? അറിയുന്നൊരു കമൻറ്റ് ചെയ്യണേ. അതെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കടലിൽ നിന്നുള്ള ലവണാംശമടങ്ങിയ വായുവുമായിട്ട് ഇരുമ്പ് പ്രവർത്തിക്കുന്നത് മൂലമാണ് ജനലിലെ കമ്പികളൊക്കെ തുരുമ്പിച്ച് പോകുന്നത്. ഈ ചിത്രത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഒരു പുതിയ ഇരുമ്പാണിയിൽ ഓക്സിജനോ വാട്ടറോ ഒക്കെ വന്ന് വീഴുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? അതിൻ്റെ കളർ മാറുന്നു, അതായത് ഇരുമ്പാണി തുരുമ്പിക്കുന്നു. നമ്മൾക്കൊക്കെ പരിചിതമായ ടൈറ്റാനിക് കപ്പൽ കടലിൽ മുങ്ങിയ വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലേ. ആ കപ്പലിലെ അവശിഷ്ടങ്ങൾ മുഴുവൻ എവിടെയാണ്? കടലിനിടയിൽ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരിക്കലും അതിനെ തിരിച്ച് കരയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അത് ഏകദേശം പൂർണ്ണമായിട്ടും നശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കടൽ വെള്ളത്തിൽ ആരുണ്ട്? ജലം കൂടാതെ അതെ, വെരി ഗുഡ്, ഉപ്പ് എന്ന അംശവും കടൽ വെള്ളത്തിലുണ്ട്. അപ്പോൾ ഉപ്പും എന്തിന് കാരണമാകുന്നു? ലോഹനാശനത്തിന് കാരണമാകുന്നു. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചത്? ജലാംശം, അന്തരീക്ഷത്തിലെ ഓക്സിജൻ, ഉപ്പ്, ഇവയെല്ലാം എന്തിന് കാരണമാകുന്നു? ലോഹനാശനത്തിന് കാരണമാകുന്നു. വ്യക്തമായല്ലോ? മനസ്സിലായെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേക്കണേ. നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മമാരൊക്കെ പറയത്തില്ലേ, ഈ അച്ചാറുകളൊന്നും സ്റ്റീൽ പാത്രത്തിലൊന്നും സൂക്ഷിക്കരുത്, ഭരണിയിലോ കുപ്പിയിലോ സൂക്ഷിക്കാവുള്ളൂ എന്ന്. അതിൻ്റെ കാരണം എന്താ? ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. അതെ, ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ. പുളിരുചിയുള്ള എല്ലാ പദാർത്ഥങ്ങളിലും നമ്മൾ മാങ്ങയും നാരങ്ങയൊക്കെ ആണല്ലോ അച്ചാറിടുന്നത്. അപ്പോൾ അതിനകത്തുള്ള ആസിഡ് അത് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളുമായിട്ട് എന്ത് ചെയ്യും? കോണ്ടാക്റ്റ് വരും. നമ്മൾ ലോഹപാത്രങ്ങളിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഈ ആസിഡും ലോഹങ്ങളും തമ്മിൽ റിയാക്ട് ചെയ്യുകയും ആ പ്രവർത്തന ഫലമായി വേറെ കെമിക്കൽസൊക്കെ ഉണ്ടാകും. അത് നമ്മളുടെ ഭക്ഷണ പദാർത്ഥത്തിനെ നശിപ്പിക്കുന്നു. അതായത് പിന്നെ നമുക്ക് ആ അച്ചാർ കഴിക്കാൻ പറ്റില്ല. അതിനാലാണ് എന്ത് ചെയ്യുന്നത്? പുളിരുചിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ലോഹപാത്രങ്ങളിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ലോഹനാശനം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ലോഹനാശനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? എന്തെല്ലാമാണ് നമ്മളിന്ന് പഠിച്ചത്? അതെ, ജലാംശം, പിന്നെന്താണ്? ലവണങ്ങൾ,
അടുത്ത എന്തായിരുന്നു കുട്ടികളെ? അതെ, ആസിഡ്. എങ്കിൽ ഇരുമ്പിന് മാത്രമാണോ ഈ ലോഹനാശനം ഉണ്ടാകുന്നത്? അല്ലല്ലേ. ഈ ചെമ്പ് പാത്രത്തിലൊക്കെ നമ്മളെ വിളക്കില്ലേ, വീട്ടിലെ വിളക്കിലൊക്കെ നന്നായിട്ട് തേച്ച് കഴിയില്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ പച്ച നിറത്തിലൊരു ക്ലാവ് എന്ന് പറയും, പിടിക്കും. കണ്ടിട്ടുണ്ടോ? ഇതെന്താണ്? ലോഹനാശനത്തിന് ഉദാഹരണമാണ്. അതുപോലെ വെള്ളിപ്പാത്രങ്ങൾ, വെള്ളി ആഭരണങ്ങളൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ നിറം മങ്ങുന്നതായിട്ട് കാണാം അല്ലേ? ഒരു കറുത്ത നിറമൊക്കെ രൂപപ്പെടുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇതുമെല്ലാം എന്താണ്? ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിച്ച് ഓക്സൈഡുകൾ രൂപപ്പെടുന്നത് കൊണ്ടാണ്. ഈ പ്രവർത്തനം എല്ലാ ലോഹങ്ങളുടെയും നാശത്തിന് കാരണമാകും തോന്നുന്നുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ കണ്ട ഈ ക്ലാവ് പിടിക്കുന്ന പ്രോസസ്സൊക്കെ എന്താണ്? ആ പാത്രത്തെ, ആ ക്ലാവ് കുറച്ച് നാളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം നേരിട്ട് ആ ലോഹത്തിന് എന്ത് ചെയ്യില്ല, ലോഹനാശനം ഉണ്ടാകില്ല. എല്ലാ ലോഹങ്ങൾക്കും ലോഹനാശനം ദോഷകരമാകുന്നില്ല. ചില ലോഹങ്ങളിൽ ലോഹനാശനം സംഭവിക്കുമ്പോൾ വളരെ കനം കുറഞ്ഞ ശക്തമായ ഒരു ഓക്സൈഡ് പാളി രൂപപ്പെടും. ഈ പാളി അതിലെ ലോഹത്തിനെ വീണ്ടും നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇത്രയും പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു സ്മൈൽ ഇടിച്ചേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും? ഇരുമ്പ് വസ്തുക്കളൊക്കെ പെയിൻ്റ് അടിക്കും ഇല്ലേ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതെ, ലോഹനാശനം തടയാനാണ്. നമുക്ക് എങ്ങനെയൊക്കെ ലോഹനാശനത്തെ തടയാം? ഇരുമ്പ് വസ്തുക്കൾക്ക് പെയിൻ്റ് അടിക്കാം. പിന്നെന്തൊക്കെ ചെയ്യാം? ആദ്യം ഒരു കമൻറ്റ് ചെയ്യണേ. ലോഹങ്ങളിൽ ഗ്രീസ്, എണ്ണ ഇവയൊക്കെ പുരട്ടുന്നതും എന്തിനു സഹായിക്കുന്നു? ലോഹനാശനം തടയുവാനായിട്ട് സഹായിക്കുന്നു. നമ്മൾ ഡെയിലി ശ്രദ്ധിച്ചിട്ടുള്ളതല്ലേ, കതകിൻ്റെ ഇടയിലും ഇരുമ്പ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ എണ്ണയിടും. വലിയ വലിയ ലോഹങ്ങളിലൊക്കെ എന്ത് ചെയ്യും? ഗ്രീസും എണ്ണയൊക്കെ പുരട്ടുന്നത്. ഇതെന്തിനാണ്? ലോഹനാശനം തടയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ വളരെ കൂടുതൽ കാലം ലോഹനാശനത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ചെയ്യുന്ന മറ്റൊരു മാർഗ്ഗമാണ് ഗാൽവനൈസേഷൻ. അതിൻ്റെ ഒരു വീഡിയോ മിസ് കാണിക്കാം. ഇതിൽ ലോഹത്തെ ഒരു സൊല്യൂഷനിൽ പൊക്കിയെടുക്കുകയാണ്. ആ സൊല്യൂഷനിൽ ആരാണുള്ളത് അറിയാമോ? ആ സൊല്യൂഷനിൽ സിങ്കാണുള്ളത്. അപ്പം ഇരുമ്പ് വസ്തുക്കളിൽ ഇരുമ്പിനേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ലോഹമായ സിങ്കിൻ്റെ നേർത്ത പാളി പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ. ഇവിടെ ഇരുമ്പിനെ സംരക്ഷിക്കുന്നത് സിങ്കാണ് അല്ലേ? ഈ കാണിച്ചിരിക്കുന്നത് ഗാൽവനൈസേഷന് മുമ്പും ശേഷവുമുള്ള ഇരുമ്പ് ഷീറ്റുകളാണ്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാനായിട്ട് ഒരു കോട്ടിങ് അതിൻ്റെ പ്രതലങ്ങളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഗാൽവനൈസേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, ഗാൽവനൈസേഷന് യൂസ് ചെയ്യുന്ന ലോഹം ഏതാണ്? കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, വെരി ഗുഡ്. സിങ്കാണ് ഗാൽവനൈസേഷന് യൂസ് ചെയ്യുന്ന ലോഹം. കുട്ടികൾ, നമ്മുടെ വീട്ടിലൊക്കെ പണ്ടൊക്കെ ഇരുമ്പ് പാത്രമൊക്കെ യൂസ് ചെയ്യുമായിരുന്നല്ലേ? ഇപ്പോൾ പക്ഷേ അതിന് പകരം ഇൻഡാലിയം പാത്രം ഉപയോഗിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടകളിലും വീടുകളിലൊക്കെ ഇരുമ്പിന് പകരം ഇൻഡാലിയം പാത്രം ഉപയോഗിക്കും. ഓക്കെ, ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന് കാരണം? അതൊരു ലോഹസങ്കരണത്തിന് ഉദാഹരണമാണ് അല്ലേ? എന്താണ് ലോഹസങ്കരണം എന്നറിയാമോ? ലോഹങ്ങളെ മറ്റു ലോഹങ്ങളുമായോ അലോഹങ്ങളുമായോ കൂട്ടിച്ചേർത്ത് ലോഹസങ്കരങ്ങളാക്കി മാറ്റുന്നു. ഇതിലൂടെ അഭിലഷണീയമായ സവിശേഷതകളുള്ള പദാർത്ഥങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം ലോഹനാശനത്തിനെ തടയുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നോർമലി ഉള്ള ഇരുമ്പൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ലോഹനാശനം സംഭവിക്കും. നമുക്ക് ഈ പാചകത്തിനൊക്കെ എടുക്കുന്ന പാത്രം എടുത്ത് പെയിൻ്റ് അടിക്കാൻ പറ്റുമോ? ഇല്ലേ? എത്രയും പറഞ്ഞാൽ എണ്ണ തേച്ച് വെക്കും, ഗ്രീസ് തേച്ച് വെക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു ലോഹത്തിൻ്റെ കൂടെ മറ്റൊരു ലോഹമോ അല്ലെങ്കിൽ അലോഹമോ ആകാം മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോഹസങ്കരം ഉണ്ടാക്കി മാറ്റുന്നു. ഈ ലോഹസങ്കരത്തിന് എന്തായിരിക്കും? ലോഹനാശനത്തിനെ തടയാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ ലോഹനാശനം തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? എണ്ണ ഉപയോഗിക്കാം, ഗ്രീസ് ഉപയോഗിക്കാം, പെയിൻ്റ് അടിക്കാം, അതുപോലെ ലോഹസങ്കരങ്ങളും നമുക്ക് ഉണ്ടാക്കാം. നിർജ്ജല കാൽസ്യം ക്ലോറൈഡ്, അതാണ് ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈർപ്പത്തെ വളരെ വേഗത്തിൽ വലിച്ചെടുക്കും. അപ്പോൾ വസ്തുക്കൾ ഈ നിർജ്ജല കാൽസ്യം ക്ലോറൈഡിൽ ഇട്ട് വെച്ച് എന്ത് ചെയ്യില്ല? തുരുമ്പെടുക്കില്ല. കാരണം അന്തരീക്ഷത്തിലെ ഈർപ്പം മൊത്തം വലിച്ചെടുക്കും, കാൽസ്യം ക്ലോറൈഡ് വലിച്ചെടുക്കും. അതുപോലെ
സിലിക്ക ജെല്ല്. നമ്മളൊക്കെ ബാഗിലും പേഴ്സിലും വാച്ചിൻ്റെ ടിന്നിലും ഒക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു കൊച്ചു പാക്കറ്റിൽ സിലിക്ക ജെല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മൾ കഴിച്ചുകൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ എന്ന് എഴുതിയിട്ടിരിക്കും. അതും എന്താണ്, ഈ നീർപ്പത്തെ വളരെ വേഗം വലിച്ചെടുക്കുകയും വസ്തുക്കളെ ലോഹനാശനത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. ഇതാണ് ഈ പാക്കറ്റാണ്, നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണിത്. മിക്ക പാക്ഡ് ആയിട്ട് വരുന്ന എല്ലാ സാധനത്തിലും ഈ സിലിക്ക ജെല്ലിട്ടിട്ടാണ് വരുന്നത്. സിലിക്ക ജെല്ല് പോലെ തന്നെ ഈർപ്പത്തെ വലിച്ചെടുക്കുന്ന ഒന്നാണ് നീറ്റ് കക്ക. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ പൊടിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ലോഹനാശനത്തെ തടയാനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ലോഹനാശനം കൊണ്ട് വസ്തുക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അതായത് ലോഹനാശനം സംഭവിച്ചാൽ നമുക്ക് പിന്നീട് ആ വസ്തു ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? എന്തുകൊണ്ടാണ്? ലോഹനാശനം കൊണ്ട് ലോഹങ്ങളെല്ലാം എന്ത് ചെയ്യും, ബലക്ഷയം സംഭവിക്കുന്നു. ആ ഭാഗമെല്ലാം എന്ത് ചെയ്യുക, നശിച്ചു പോവുകയും അവയുടെ ബലം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ബലം നഷ്ടപ്പെടുമ്പോൾ എന്തായാലും എന്ത് പറ്റും, അത് പൊട്ടിപ്പോകും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ലോഹനാശനം മൂലം പൈപ്പൊക്കെ എന്ത് ചെയ്യും, നമ്മൾ വാട്ടർ സപ്ലൈക്ക് ഉപയോഗിക്കുന്ന പൈപ്പ് എല്ലാം എന്ത് ചെയ്യും, തുരുമ്പെടുത്ത് നശിച്ചു പോകും. അത്രയും ഭാഗം അടർന്നു പോകും. അടർന്നു പോയ ഭാഗം വെച്ച് പിന്നീട് എന്ത് ചെയ്ത് ഒടിഞ്ഞു വീഴും. അപ്പോൾ ഇതെല്ലാം എന്തിലേക്ക് നയിക്കുന്നു, ലോഹങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുന്നു. അതുകൂടാതെ നമ്മളിതൊക്കെ വെറുതെയാണ് വാങ്ങിച്ചു വെക്കുന്നത്, പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്തോ ഉണ്ടാകുന്നു, ധനനഷ്ടവും ഉണ്ടാകുന്നു. ഈ ചിത്രത്തിൽ നോക്കിക്കേ, ഒരു പൈപ്പാണ്. പൈപ്പിൻ്റെ ഇരുമ്പ് ഭാഗങ്ങളെല്ലാം എന്തായി, തുരുമ്പെടുത്ത് പോയി. അതുപോലെ ഇരുമ്പ് പാത്രം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ തുരുമ്പിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പാലം, ഇരുമ്പ് പാലം, അതെല്ലാം തുരുമ്പെടുത്ത് തന്നെ എന്ത് ചെയ്യും, നശിച്ചു വീഴും. നമുക്ക് പൈസയും നഷ്ടമാകുന്നു. അപ്പോൾ ലോഹങ്ങളെ ലോഹനാശനത്തിൽ നിന്നും സഹായിക്കാൻ ലോഹസങ്കരണം വഴി സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിൽ നിങ്ങൾക്ക് പരിചിതമായ ഒരു ലോഹസങ്കരമാണ്. ഇത് ഏതാണെന്ന് തിരിച്ചറിയാമോ? നിങ്ങളുടെ ആൻസേഴ്സ് കമൻ്റായിട്ട് ഇട്ടാൽ മതി. ഓക്കെ, ഇതേതാണ്? ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഫിഗറിനകത്ത് ഏത് ലോഹസങ്കരമാണെന്നൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാ. മിസ് ഒരു ക്ലൂ തരാം. നമ്മുടെ വിളക്കൊക്കെ, നിലവിളക്കൊക്കെ ഈ ലോഹം കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? പിച്ചള അല്ലേ? പിച്ചള. പണ്ടത്തെ വീട്ടിലൊക്കെ പിച്ചള കൊണ്ടുള്ള ഒത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെയൊക്കെ ഉപയോഗമൊക്കെ കുറഞ്ഞു വരും നമ്മളല്ലേ? ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ലോഹസങ്കരം ഏതാണെന്നറിയാമോ? കമൻ്റായിട്ട് ഇടണം നിങ്ങളുടെ ആൻസേഴ്സ്. ഓക്കെ, ഇതേതാണ്? ഇതാണ് വെങ്കലം. ക്ലിയർ ആയില്ലേ? നമ്മൾ ലോഹനാശനം എന്താണെന്ന് പഠിച്ചു, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും പഠിച്ചു. വീണ്ടും നമ്മൾ പഠിച്ചത് ലോഹനാശനത്തിനെ എങ്ങനെ തടയാമെന്നാണ് പഠിച്ചത്. അപ്പൊ എങ്ങനെയൊക്കെ തടയാം? കമന്റ് ചെയ്ത എല്ലാവരും എങ്ങനെയൊക്കെ തടയാം? ആരെന്താ കമന്റ് ചെയ്തത്? ഓക്കെ, എങ്ങനെയൊക്കെ തടയാം നമ്മൾ പഠിച്ചു തരുന്നത് എന്തൊക്കെയായിരുന്നു? പെയിന്റ് ഉപയോഗിക്കാം അല്ലേ? വെരി ഗുഡ്, പെയിന്റ് ഉപയോഗിക്കാം. പിന്നെന്തായിരുന്നു? കമന്റ് ചെയ്ത് നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ചെയ്യണേ. ഓക്കെ, എണ്ണ അല്ലെങ്കിൽ ഗ്രീസ് ഉപയോഗിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിച്ചിരുന്നല്ലോ. പിന്നീട് എന്തായിരുന്നു? ലോഹ സങ്കരണം അല്ലേ? ലോഹ സങ്കരണം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഓർത്തെടുക്കാം. ലോഹനാശനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈർപ്പം, ലവണങ്ങൾ, അന്തരീക്ഷത്തിലെ ഓക്സിജൻ, ആസിഡുകളുടെ സാന്നിധ്യം എന്നിവ. ക്ലിയർ ആണല്ലോ? ലോഹനാശനത്തിനെ തടയുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതെ, പെയിൻ്റ് അടിക്കാം, ഓയിൽ, ഗ്രീസ് മുതലായ വസ്തുക്കൾ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പഠിച്ചിരുന്നു ഗാൽവനൈസേഷൻ. പിന്നെ എന്തായിരുന്നു ലാസ്റ്റ് പഠിച്ചത്? ലോഹസങ്കരണം. അതിന് ഉദാഹരണങ്ങൾ ഇതൊക്കെയായിരുന്നു: സ്റ്റെയിൻലെസ് സ്റ്റീല്, പിച്ചള, വെങ്കലം എന്നിവ. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന കാര്യമാണ്, പുളിരുചിയുള്ള ഒരു ആഹാര പദാർത്ഥവും
ലോഹങ്ങളാൽ നിർമ്മിതമായ പാത്രത്തിലോ കുപ്പിയിലോ സൂക്ഷിക്കരുത്. കാരണം ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുകയും ഭക്ഷണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഭക്ഷണം പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഉപയോഗിച്ചാൽ ദോഷഫലങ്ങൾ ഉണ്ടാകും, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ ഇതെന്തായാലും ഓർത്തോളൂ. നമ്മുടെ വീട്ടിലൊക്കെ ഇനി കുപ്പിയിലും ഭരണിയിലും മാത്രമേ അച്ചാറൊക്കെ ഇടാൻ സമ്മതിക്കാവൂ. ഓക്കെ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഓക്കെ. ലോഹനാശനം എങ്ങനെയെല്ലാം തടയാമെന്ന് കമൻറ്റ് ചെയ്തോണേ. അതുപോലെ ലോഹസങ്കരങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒന്നുകൂടെ, ലോഹനാശനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെപ്പറ്റി ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കി കമൻറ്റ് ബോക്സിൽ അപ്ലോഡ് ചെയ്യുക. മിസ് ഇതെല്ലാം നോക്കുന്നതായിരിക്കും. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു ക്വിസ് നടത്തിയാലോ? നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ഏറ്റവും ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആളായിരിക്കും വിജയ്. അതിലും എന്തൊക്കെയാണ് പഠിച്ചത്? ലോഹനാശനം എന്താണെന്ന് പഠിച്ചു, ലോഹനാശനം കൊണ്ടുള്ള ദോഷങ്ങളെ പറ്റി പഠിച്ചു, ലോഹനാശനം നമുക്ക് എങ്ങനെ തടയാമെന്ന് പഠിച്ചു, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ എന്തായിട്ട് രേഖപ്പെടുത്തണം, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. തീർച്ചയായിട്ടും റിപ്ലൈ തരും. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.